ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ മഞ്ഞ കളറിലോ അല്ലെങ്കിൽ വെള്ള കളറിലൊക്കെയാണ് ഉണ്ടാക്കാറ്. ഉരുളക്കിഴങ്ങ് ഉള്ളിയെല്ലാം ചേർത്തിട്ട് മഞ്ഞ കളറിലും ഉണ്ടാക്കും, ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതേപോലെ വെള്ള കളറിലും ഉണ്ടാക്കും. ഇതിപ്പോൾ റെഡ് കളറിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബീട്രൂട്ട് എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശയിലേക്ക്, ചപ്പാത്തിയിലേക്ക്, പൂരിയിലേക്ക് എല്ലാം മാച്ചാകുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1.5 വലിയ ഉള്ളി, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, അതേപോലെ ഒരു വലിയ ബീട്രൂട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി റെഡിയാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇച്ചിരി കൂടി ചെറിയ പീസാക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കറി പോലെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളം കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കട്ടിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഷ്ണങ്ങളുടെ മുകളിലായിട്ട് കുറച്ച് വെള്ളം നിൽക്കുന്ന പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. ബീട്രൂട്ടിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ തേങ്ങാപ്പാലെല്ലാം ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കറി പോലെ ആക്കി എടുക്കാം. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഞാനിവിടെ അതൊന്നും ചേർക്കാതെ കട്ടിക്കാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്ന് നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. ഇതേപോലെ കട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിക്ക് എടുക്കാം. ഇനിയിപ്പോൾ കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത്, തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല പോലെ അരച്ച് ചേർക്കണം. തരി തരിയായിട്ട് കിടക്കരുത്. അങ്ങനെയും ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും പൂരിയുടെ ഒക്കെ കൂടെ നല്ല മാച്ചാണത്. ഞങ്ങളിവിടെ ഇടയ്ക്കെല്ലാം ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.